നേമം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ സംവാദത്തിനുള്ള വെല്ലുവിളി ഏറ്റെടുക്കാതെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. വി ശിവൻകുട്ടിയുടെ വെല്ലുവിളിക്ക് മറുപടിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അല്ലാത്തതിനാൽ കേരളത്തിനു വേണ്ടി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു. അതെല്ലാം വെല്ലുവിളിക്കട്ടെ, അതെല്ലാം നടക്കട്ടെ. ഇതെല്ലാം ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ തന്ത്രങ്ങളും എല്ലാ നാടകങ്ങളും എല്ലാം വെൽക്കമാണ്, സ്വാഗതമാണ്, ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വികസനമാണ്, വികസന കാഴ്ചപ്പാടാണ്, അതിൻ്റെ കഴിവും താല്പര്യവുമാണ്. ഏത് പൊളിറ്റിക്കൽ പാർട്ടി, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ശരിക്കും ഒരു നല്ല വികസനത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്? ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ തീരുമാനിക്കും. ഇത് ശിവൻകുട്ടി ഏത് തന്ത്രം ചെയ്താലും, എത്ര രാജീവ്മാരെ വിളിച്ച് ഇവിടെ മത്സരിപ്പിച്ചാലും, എത്ര ലേബർ മിനിസ്ട്രിയിൽ നിന്ന് ആൾക്കാരെ പോയി ഇലക്ഷൻ ഓഫീസിൽ കയറ്റിയാലും അതൊന്നും മാറില്ലല്ലോ. നേമത്ത് രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറെന്ന് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ പറഞ്ഞു. വി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും ഒരുമിച്ചിരുന്നോട്ടെയെന്നും താൻ ഒറ്റയ്ക്ക് നേരിടുമെന്നും KS ശബരിനാഥൻ 24-നോട് പറഞ്ഞു. ഞാൻ സംവാദത്തിന് വേണ്ടി ഒരു കാര്യം തയ്യാറാണ്. ഒരു സൈഡിൽ രാജീവ് ചന്ദ്രശേഖരനും ശ്രീ ശിവൻകുട്ടി ഒരുമിച്ച് നിൽക്കണം, ഒരു സൈഡ് ഞാൻ നിൽക്കാം. കാരണം PM ശ്രീ പദ്ധതി അടക്കം, ഇവിടെയുള്ള ലേബർ കോഡുകളടക്കം ഒപ്പിട്ട മന്ത്രിയും ഒപ്പിടാൻ പ്രേരിപ്പിച്ച BJP പ്രസിഡന്റുമാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അവർ രണ്ടുപേരും ഒരു സൈഡിൽ, മറു സൈഡിൽ ഞാനും ഇവിടെയുള്ള ജനങ്ങളും സംവാദം റെഡിയാണ്. BJP സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിലുള്ള 200 കോടി രൂപയുടെ സ്ഥലം കാണിച്ചില്ല എന്നുള്ളത് അവരുടെ പ്രോപ്പർട്ടി ടാക്സ് അടക്കം പരാതി കൊടുത്തത് UDF ആണ്. ഒരു തുണ്ട് കടലാസിൽ ഒരു പരാതി കൊടുക്കാൻ ശിവൻകുട്ടിക്കോ അദ്ദേഹത്തിൻ്റെ ഏജന്റിനോ പറ്റിയിട്ടുള്ളൂ. പിന്നെ എന്താ സംവാദം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.